എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലത്തുള്ള ഒരു രാത്രിയിലെ അടുക്കള കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. നാളത്തെ സദ്യക്കുള്ള അവിയലിൻ്റെ കുക്കിംഗ് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു. നമുക്ക് പാകം ചെയ്യാം ഒരു അടിപൊളി സദ്യ സ്റ്റൈൽ അവിയൽ. അതിനായിട്ട് വാർപ്പ് കഴുകിയെടുത്ത് അതിലേക്ക് ഒരു തരം എണ്ണ ഒഴിച്ച് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് അതിന് മുകളിലേക്ക് പച്ചക്കറികൾ ഇട്ട് തുടങ്ങണം. ആദ്യം ചേർക്കുന്നത് പടവലങ്ങയാണ്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള പടവലങ്ങയാണ്. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ വെള്ളരിക്കയാണ് രണ്ടാമതായിട്ട് ചേർക്കുന്നത്. 350 ലിറ്റർ അളവ് പായസം വയ്ക്കാൻ പറ്റുന്ന ഒരു വാർപ്പിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു അവിയൽ കൂട്ടുന്നത്. നമ്മൾ 2500 പേർക്കുള്ള അവിയലാണ് കൂട്ടുന്നത് കേട്ടോ. നമ്മൾ പച്ചക്കറികൾ ചേർക്കുമ്പോൾ, അതായത് രണ്ടാമത് വെള്ളരിക്ക ചേർക്കുമ്പോൾ ആ സൈഡ് നന്നായിട്ട് വകഞ്ഞ് മാറ്റി കൊടുക്കും. അതിനുശേഷം നമ്മൾ ചേന അതിന് മുകളിലേക്ക് ചേർക്കും. ചേന ചേർക്കുമ്പോൾ തന്നെ വാർപ്പിൻ്റെ മുക്കാൽ ഭാഗത്തിന് മുകളിൽ നിറഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ കുഴപ്പമില്ല, ചട്ടുകത്തിന് സൈഡിലേക്ക് ചേർത്ത് മാറ്റി കഴിഞ്ഞാൽ മുഴുവൻ ചേനയും അതിനകത്തേക്ക് നമുക്ക് കൊള്ളിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചേർത്ത ചേന ആ വാർപ്പിൻ്റെ സൈഡിലേക്ക് കൂടി വകഞ്ഞ് മാറ്റിയിട്ട് ഫുള്ളായിട്ട് പൊത്തി വെക്കണം. കാരണം എന്നാൽ മാത്രമേ ബാക്കിയുള്ള കുറച്ച് ചേരുവകൾ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാത്രി 11:30 മണിയാണ്. നമ്മൾ അതിരാവിലെ 2 മണിക്കാണ് ഈ ഒരു അവിയലിനുള്ള അടുപ്പ് താഴെ കത്തിച്ച് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചേരുവകളൊക്കെ ചേർത്ത് പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഇനി ചേർക്കുന്ന ചേരുവകളെന്ന് പറഞ്ഞാൽ അച്ചിങ്ങാപ്പയറും ക്യാരറ്റുമാണ്. അതും ചേന പോലെ തന്നെ നീളത്തിൽ, അല്ലെങ്കിൽ ചേനയും പടവലങ്ങയും വെള്ളരിക്കയും പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അവിയലിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ വാർപ്പിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഇലയ്ക്ക് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് അതിരാവിലെ 2 മണി 2:30 മണിക്ക് നമുക്ക് അവിയലിൻ്റെ ജോലികൾ ആരംഭിക്കാം. ഇനി ഒരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഒന്ന് ഉറങ്ങിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ജോലികൾ ആരംഭിക്കാം. അങ്ങനെ വെളുപ്പിനെ 2:30 നമ്മൾ വീണ്ടും അടുക്കളയിൽ ജോലികൾ ആരംഭിക്കുകയാണ് കേട്ടോ. ആ ഇല എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കല്ലുപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചക്കറികളൊക്കെ, അതായത് അവിയലിന് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. സ്ലോ കുക്കിംഗ് ആണ്, അതായത് സമയമെടുത്ത് മാത്രമേ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് വരത്തുള്ളൂ. അവിയലിൻ്റെ ജോലികൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള പായസത്തിൻ്റെ കുക്കിങ്ങും സൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പറേ ശർക്കര ഉരുക്കിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു സൈഡിൽ പാലടയുടെ കുക്കിങ് നമ്മൾ ചെയ്യുന്നത്. അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ വെന്ത് വരുമ്പോൾ ആ വാർപ്പിനകത്തേക്ക് കഷ്ണങ്ങൾ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കൊന്ന് കുത്തി ഇളക്കാം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. ആ കഷ്ണം ഉടയാതെ വേണം നമ്മൾ ഇളക്കി മാറ്റാനായിട്ട്. വലിയ അളവിലൊക്കെ, അതായത് 2500-3000 പേർക്കൊക്കെ അവിയൽ പാകം ചെയ്യുമ്പോൾ ഒരു 3 മുതൽ 3.5 മണിക്കൂർ വരെ സമയം നമ്മൾ ഈ ഒരു പാചകം ചെയ്യാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു സൈഡിലേക്ക് വെള്ളം വകഞ്ഞു വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അതായത് അവിയൽ വെന്ത് വരുമ്പോൾ വരുന്ന വെള്ളം ഈ വാർപ്പിനകത്ത് തന്നെ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വാർപ്പിൻ്റെ നടുവിൽ ഒരു കുഴി രൂപപ്പെടുത്തി എടുത്തിട്ട് സൈഡിലേക്ക് പച്ചക്കറികളൊക്കെ വകഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ നടുവിൽ വരുന്ന വെള്ളം നമ്മൾ ഊറ്റിക്കളയും. കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ഇങ്ങനെ അവിയലിനകത്ത് വരുന്ന വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ പോയില്ല എന്നുള്ളത്. അവിയൽ ഡ്രൈ ആയിട്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മൾ അടുത്ത പച്ചക്കറി ആയിട്ടുള്ള വഴുതനങ്ങ നമ്മൾ അരിഞ്ഞ് ചേർക്കും. വഴുതനങ്ങയും ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞ് ചേർക്കുന്നത്. വഴുതനങ്ങ അതിനകത്തേക്ക് അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പാതി വെന്തിരിക്കുന്ന ബാക്കി ചേരുവകൾ കൊണ്ട് പൊത്തി അത് വീണ്ടും വേവിച്ചെടുക്കും. അതായത് ചേർത്ത വഴുതനങ്ങ കൂടി നമ്മൾ വേവിച്ചെടുക്കും. ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ് അവിയൽ പാകം ചെയ്യുന്നത്. ചില സ്ഥലത്ത് ഡ്രൈ ആയിട്ടുള്ള അവിയലായിരിക്കും, ചില സ്ഥലത്ത് കുറച്ച് വെള്ളം ചേർന്ന്, അതായത് സത്ത് ഉള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള പേസ്റ്റി ആയിട്ടുള്ള അവിയലായിരിക്കും. നമ്മൾ ഡ്രൈ അവിയൽ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത വഴുതനങ്ങ വെന്ത് വന്നത് നമുക്ക് കാണാൻ പറ്റും. ഇളക്കി എടുക്കുമ്പോൾ തന്നെ കണ്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ മുരിങ്ങക്കോല് ചേർക്കും. മുരിങ്ങക്കോല് നടുവേ കീറിയിട്ടാണ് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള മുരിങ്ങക്കോലാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇടിച്ച് കൂട്ടിയ പച്ചമുളകാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ട്. ഈ മാങ്ങ ചേർക്കുന്നത് പുളി കിട്ടാനായിട്ടാണ്. ചില സ്ഥലങ്ങളിൽ പുളി കിട്ടാനായിട്ട് ചേർക്കുന്നത് തൈരാണ്. നമ്മൾ ചേർക്കുന്നത് പച്ചമാങ്ങയാണ് പുളി കിട്ടാനായിട്ട് ചേർക്കുന്നത്. ആദ്യം ചെയ്തപോലെ തന്നെ ബാക്കിയുള്ള പച്ചക്കറികൾ കൊണ്ട് മൂടി ഇപ്പോൾ ചേർത്തിട്ടുള്ള ആ മുരിങ്ങക്കോലും പച്ചമുളകും മാങ്ങയും നമ്മൾ വേവിച്ചെടുക്കും. അതുകൂടി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കും. തേങ്ങ എന്ന് പറഞ്ഞാൽ ചതച്ചെടുത്തിട്ടുള്ള നാളികേരമാണ്. ആ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കും. അവിയലിൽ ചേർക്കാത്ത ചേരുവകളില്ല എന്നാണ് പഴമക്കാർ പറയുക. ചില സ്ഥലങ്ങളിൽ ഉള്ളി ചേർക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, മറ്റു ചില സ്ഥലങ്ങളിൽ ഏത്തക്കായ നീളത്തിലരിഞ്ഞ് ചേർക്കാറുണ്ട്. നമ്മളൊരു സാധാരണ ഡ്രൈ അവിയലിൻ്റെ രീതി നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വീഡിയോ കാണുന്ന പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരു രീതി നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കൂടി. ഇങ്ങനെ ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഏതാണ്ട് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിയൽ ഇളക്കി കൂട്ടിയാൽ മാത്രം മതി. ചില സ്ഥലങ്ങളിൽ 2 പേര് അപ്പുറം ഇപ്പുറം നിന്ന് ഇളക്കി കൂട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഫോൺ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂടുതൽ ഇളക്കാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിയൽ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പൊടിയുപ്പ് ചേർക്കാം. സാധാരണ ഉപ്പ് ചേർക്കേണ്ടി വരാറില്ല, പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് പച്ചക്കറിവേപ്പിലയും ചേർത്ത് പച്ച വെളിച്ചെണ്ണയും അതിനകത്തേക്ക് താളിച്ചാൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലമാണ്, വീട്ടിൽ സദ്യ വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീണ്ടും കാണാം പുതിയ ചില വിശേഷങ്ങളുമായിട്ട്.